ഓ എൻ്റെ ഈശോയെ, 2024 അവസാന മണിക്കൂറുകളിലേക്ക് ഞങ്ങളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമയം തമ്പുരാനെ, നിൻ്റെ മുൻപിൽ ഒരിക്കൽ കൂടി വന്നിരിക്കുവാനും തന്ന നന്മകൾക്ക് നന്ദി പറയുവാനും അങ്ങ് നൽകുന്ന ഈ മണിക്കൂറിനെ ഓർത്ത് ഈശോ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾ ഏറെയാണ് തമ്പുരാനെ. എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത അത്രയും വലിയ കൃപയുടെ തണലിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്നത്. നമ്മുടെ മുൻപിലായിരിക്കുന്ന തിരുവോസ്തി രൂപനിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കാം. നമ്മെ അധികമായി സ്നേഹിക്കുന്ന, ആവശ്യമുള്ളതെല്ലാം സമർത്ഥമായി നൽകുന്ന, അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന തിരുവോസ്തി രൂപനായ ഈശോയുടെ സന്നദ്ധിയിലേക്ക് പ്രതീക്ഷയോടെ നമുക്ക് നോക്കാം. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. അങ്ങാണെൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, അനന്തമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ നിറച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്ന അങ്ങയുടെ ചുറ്റും പരിശുദ്ധ മാലാഖമാർ അണിനിരന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നത് ഞങ്ങൾ കാണുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരും മാലാഖമാരോടും ചേർന്ന് ഞങ്ങൾ ഈ സമയം അങ്ങേ ആരാധിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആബാപിതാവേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഇതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, നീ ഞങ്ങൾക്കെല്ലാറ്റിനും മതിയായവനാ. സങ്കീർത്തകനെ പോലെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. ഈശോയെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കഷ്ടതയിൽ, എൻ്റെ പ്രയാസത്തിൽ, എൻ്റെ വേദനകളിൽ, ദുഃഖ ദുരിതങ്ങളിലൊക്കെ ഞാൻ വിളിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളിയല്ലോ. നീ എന്നെ കൈവിട്ടില്ലല്ലോ ഈശോ. നീ എന്നെ ചേർത്ത് പിടിച്ചല്ലോ. നിൻ്റെ കരുതലിനെ, സ്നേഹത്തെയൊക്കെ ഈ സമയം ഞാൻ ഓർക്കുകയാണ് തമ്പുരാനെ. ജീവിതത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ, നീ തന്ന അനുഗ്രഹങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഏറെയാണ് നാഥ. എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത അത്രയേറെ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും ആദ്യവും അന്തവുമായവനെ, ഞാനിന്ന് ജീവിക്കുന്നതിനും ഇവിടെയായിരുന്നു പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ കാരണം ദൈവമേ, നിൻ്റെ കരുണ അതൊന്നും മാത്രമാണപ്പാ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ എത്രയോ തവണ എൻ്റെ ജീവിതം കടന്നു പോയിട്ടുണ്ട്. നിനക്കതറിയാം ഈശോ. നാളെ ഒരു പ്രഭാതം കാണുവാൻ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നോർത്ത് ഞാൻ ഭയപ്പെട്ട നിലവിളിച്ച നാളുകൾ, രാത്രികൾ ഓർക്കുകയാണ് ഈശോ. എല്ലാം ഓർക്കുമ്പോൾ എങ്ങനെയാണ് നിനക്ക് നന്ദി പറയാതിരിക്കാനാവുക? എങ്ങനെയാണ് ഈശോ ഈ സമയം നിനക്ക് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നോളം എന്നോട് കാട്ടിയ കാരുണ്യത്തിനും സ്നേഹത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന ഈശോ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രാർത്ഥന കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തിയ ഒത്തിരി സഹോദരങ്ങളുണ്ട് കർത്താവേ. സമയം അവരെയൊക്കെ നന്ദിയോടെ ഓർത്ത് തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ പരിപാലനയുടെ തണലിൽ എന്നെ വഴി നടത്തിയതിനും കൃപ കൊണ്ട് നിറച്ചതിനുമെല്ലാം ഈശോ, നിനക്കൊരായിരം നന്ദി. യോഗ്യതയില്ലാതിരുന്നിട്ടും നൽകിയ ഓരോ വിജയങ്ങൾക്കും നന്ദി പറയുന്നു. നിൻ്റെ കരുതലും സ്നേഹവും അനുഭവിക്കാൻ ഇടയാക്കിയ ചില ദുഃഖ ദുരിതങ്ങൾക്കും കഷ്ടതയുടെ നാളുകൾക്കും അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾക്കും തോൽവികൾക്കും നന്ദി പറയുന്ന ഈശോ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നൽകി എൻ്റെ കൂടെ നടന്ന നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. എല്ലാറ്റിനുമുപരി ആയുസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ ചേർത്തെഴുതിയ ഈ 2024 വർഷത്തിനും ഈ ഒരു വർഷക്കാലം മുഴുവനും
എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവേ, നീ ചൊരിഞ്ഞ എണ്ണമറ്റ ഓരോ അനുഗ്രഹങ്ങൾക്കും ഈശോയെ ഈ മക്കളോട് ചേർന്ന് ഞാനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ നന്മകളെയൊക്കെ ഒന്ന് ഓർത്തു നോക്കി. എത്രയോ അപകടങ്ങൾ നമ്മുടെ കൺമുൻപിലൂടെയൊക്കെ കടന്നു പോയല്ലേ. അതിൽ നിന്നെല്ലാം തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിച്ചില്ലേ. കാലിലൊരു കുഞ്ഞു മുള്ളു പോലും കൊള്ളാതെ എത്ര കരുതലോടെയാണ് നമ്മുടെ ഈശോ നമ്മളെ കാത്തത്. നന്ദി പറയണ്ടേ? ഈ സമയമെങ്കിലും മനസ്സ് തുറന്ന് ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞ് തരാത്തതിനെയൊക്കെ ഓർത്ത് നമ്മൾ ഒത്തിരി ആകുലപ്പെടുമ്പോൾ, അസ്വസ്ഥപ്പെടുമ്പോൾ, പരാതി പറയുമ്പോൾ തന്നതിനെ ഓർത്ത്, തന്ന അനുഗ്രഹങ്ങളെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞ്, തമ്പുരാനെ, എത്രയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ആ ഞെരുക്കങ്ങളൊക്കെ വന്നപ്പോഴും ദൈവം നമ്മെ ഓരോ നിമിഷവും കൈപിടിച്ചുയർത്തിയില്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തും ജീവിത പങ്കാളിയെ ഓർത്തും കൂടപ്പറപ്പുകളെ ഓർത്തുമൊക്കെ എത്രയേറെ വിഷമിക്കുന്ന അനുഭവങ്ങളുണ്ടായി. അവിടെയൊക്കെ ദൈവം നമ്മെ വഴി നടത്തിയില്ലേ. കണ്ട ബാധ്യതകളേറി വന്നപ്പോഴും അതിനുള്ള വഴികളൊക്കെ തമ്പുരാൻ തുറന്നു തന്നില്ലേ. മക്കളുടെ പഠനത്തിൽ, അവരുടെ ജോലിയുടെ കാര്യത്തിൽ, മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിലൊക്കെ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് ആകുലതകളും ആശങ്കകളുമൊക്കെ ഉണ്ടായപ്പോഴും ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ, വഴി നടത്തിയില്ലേ. ഓരോന്നും ഓർത്ത് നോക്കി, എല്ലാം ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനം 107:1. കർത്താവിന് നന്ദി പറയുക, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഈശോയെ, കഴിഞ്ഞൊരു വർഷക്കാലം തന്ന നന്മകൾക്ക് നന്ദി പറയുന്നു അപ്പ. പരാജയങ്ങളും വിഷമങ്ങളും വിജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും കർത്താവേ, നീ കൂടെയുണ്ടായിരുന്നു. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു അപ്പ. ഈ നാളുകളിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് ഈശോ. ഈ സമയം മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണം ഈശോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിക്കണം ഈശോ. പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഈശോയുടെ മുമ്പിൽ ഒത്തിരി കേണു പറഞ്ഞിട്ടും യാചിച്ചിട്ടും നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടപ്പ. ഈ സമയം ഈശോയെ, നിൻ്റെ കരുണയ്ക്കായി ഞങ്ങളത് സമർപ്പിക്കുക. കരുണ തോന്നണം ഈശോ. കനിവോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ഈശോ. അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിലേക്ക് കർത്താവെ നിറഞ്ഞു വരണം. ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ കർത്താവെ നീ എടുത്തു മാറ്റണം. നാളുകളായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. പുതിയ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ ഈശോയെ. നീയുടെ കരങ്ങളിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ മക്കൾ നിൻ്റെ മുൻപിൽ കരങ്ങൾ കൂപ്പുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുനിമിഷവും വഴി നടത്തുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.